ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ എല്ലാവരും ആ റീല് കണ്ടിട്ടായിരിക്കും മേ ബി ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത്. സോ ജെമിനി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ റീല് കണ്ട പോലത്തെ ടൈപ്പോഗ്രഫി വർക്കുകളൊക്കെ ചെയ്യാന്നുള്ളത് എങ്ങനെയെന്ന് പഠിക്കാനായിരിക്കും മേ ബി നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടാവുക. സോ കൂടുതൽ വലിച്ചു കിട്ടാതെ വീഡിയോയിലോട്ട് പോകാം. ഇത് ഞാൻ ട്രൈ ചെയ്യുമ്പോൾ ആ സെയിം ഔട്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. എനിക്കറിയില്ല, ജെമിനി പല നേരത്ത് പല പണിയാണ് തരല്. സോ എൻ്റെ അടുത്ത് ജെമിനി പ്രോ ഉണ്ടെങ്കിൽ ബെറ്ററാണ്. നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ബെറ്റർ, അത്രേ പറയാനുള്ളൂ. സോ ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പോസ്റ്റർ ഇതായിരുന്നു. അപ്പോൾ ഇതിൽ കണ്ട ഗപ്പി എന്നുള്ള ആ ഒരു ടൈപ്പോഗ്രഫീൻ്റെ അല്ലെങ്കിൽ ആ ടൈറ്റിലിൻ്റെ സെയിം ആ ഒരു ടെക്സ്ചറും സ്റ്റൈലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു TP എന്നുള്ളൊരു സാധനം ക്രിയേറ്റ് ചെയ്യണം. കാരണം ഞാൻ ചെയ്ത വർക്കിൻ്റെ കാൻഡിഡേറ്റിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ TP എന്ന് പറഞ്ഞിട്ടായിരുന്നു. സോ ഇത് TP ആക്കി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി സംഭവം വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ആ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തത്. സോ ഞാൻ ജസ്റ്റ് ഈ ഇമേജ് കോപ്പി ചെയ്തിട്ട് ജെമിനിയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. ദെൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ റീലിൽ ആൾക്കാർ കമൻ്റ് ഇട്ടാൽ കൊടുക്കുന്ന പോലത്തെ വെൽ സ്ട്രക്ചേർഡ് പ്രോംപ്റ്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ലേനു. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു പ്രോംപ്റ്റിനു ആ ടൈമിൽ കൊടുത്തീന്. അപ്പോൾ ChatGPT ഇത് പറഞ്ഞിട്ടൊന്ന് ബെറ്റർ ആക്കാൻ പറഞ്ഞു. ബട്ട് ഞാൻ ഔട്ട് കൊടുത്തു നോക്കിയപ്പോൾ ഉദ്ദേശിച്ച സാധനം വന്നില്ല. സോ നമുക്ക് ഈ പ്രോംപ്റ്റ് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ സ്റ്റിൽ എനിക്ക് ഔട്ട് കിട്ടീനു. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. ദെൻ ഈ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ എവിടെയെങ്കിലൊക്കെ ഇട്ടിടാം. ദെൻ ഇതിൽ ഫാസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് പ്രോ എന്നുള്ള കൊടുക്കുക. ദെൻ ക്രിയേറ്റ് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ റീലിൽ കണ്ട സെയിം ഔട്ട് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. കിട്ടിയാൽ ബെറ്റർ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് ഒരു ഔട്ട് കിട്ടുന്നവരെ കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞു, നമുക്കിത് ആൻഡ്രോയിഡിലാണെങ്കിൽ ഇൻഫിനിറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഐപാഡിലാണെങ്കിൽ പ്രോക്രിയേറ്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാനും പറ്റും. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുക. കാരണം ഇല്ലസ്ട്രേഷൻ കമ്പാരിറ്റീവ്ലി കുറച്ച് ലോങ് പ്രോസസ്സാണ്. ദെൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് ആ ഒരു ഔട്ട് കിട്ടിയാൽ മതിയെന്നു. ആൻഡ് ഫൈനലി നമുക്ക് ആ ഒരു ഔട്ടും കിട്ടി. ഇത് മതി, ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവണമെന്നൊന്നുമില്ല. ദെൻ അത് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടൈപ്പോഗ്രഫി ഡൗൺലോഡ് ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക്കലി ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്ര സിമ്പിളാണ്. ബട്ട് ഞാൻ അത്ര ഇതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഇത് നമ്മൾ മാനുവലി ഒരു സ്കെച്ച് ചെയ്തിട്ട് വരച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഔട്ട് ആക്കുന്നതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, ആ റിയാലിറ്റിയാണ്. ഇനി ഞാൻ ചെയ്ത പോസ്റ്റർ ഞാൻ കാണിച്ചത്. തൽക്കാലം നമുക്കിപ്പോൾ ഞാൻ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തു. അതിലോട്ടിപ്പോൾ നമ്മൾ ചെയ്ത ടൈപ്പോ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ജസ്റ്റ് ഈ ബാക്കിയുള്ള ഇമേജസ് നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം, സ്മാർട്ട് ഒബ്ജക്റ്റ്. ദെൻ ഇനി ഈ ഒരു ടൈപ്പോഗ്രഫി നമുക്ക് എന്ത് ചെയ്യണം, ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഒരു PNG നമുക്ക് കിട്ടണം. സോ ജസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, സെലക്ട് സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കിട്ടേണ്ടതാണ്. യെസ്, ഒരു ഔട്ട് കിട്ടി. ഐ തിങ്ക് വലിയ കുഴപ്പമില്ലാതെ. ഇവിടെ ഒരു വിഷയമുണ്ട്, ഇത് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഓക്കെയാണ്. ഇനി 2-3 ഡോട്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. സോ ഓക്കെ ഫൈൻ, യെസ്. ദെൻ ലെയർ മാസ്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കിട്ടി. വേണമെങ്കിൽ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ നമ്മളുടെ ടൈപ്പ് നമുക്ക് കിട്ടി. ഇതിനി വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റർ വർക്ക് ചെയ്യുന്ന ഒരു ലെയറിലോട്ട് ഇടുകയും ചെയ്യാം. ഞാൻ ചെയ്ത് വെച്ച പോസ്റ്റർ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ വേണമെങ്കിൽ ഒന്ന് 1 by 1 ആയിട്ട് ഡീകോഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ബേസിക്കലി എനിക്ക് കിട്ടിയ ടൈപ്പോഗ്രഫി ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് ഹൃദയത്തിൽ TP എന്നുള്ള അതിന് ടാഗ് ലൈന്. സോ ഹൃദയത്തിൽ എന്നുള്ളത് ഞാനൊരു
മലയാളത്തിൽ അത്യാവശ്യം പോപ്പുലറായിട്ടുള്ളൊരു ഫോണ്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഐ തിങ്ക് FSL പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെയ്ഡ് ഫോണ്ടാണ്. സോ അത് വെച്ചിട്ട് ഹൃദയത്തിൽ നിന്ന് കൊടുത്തു. പിന്നെ ഇവിടെ കുറേ ഒരു ഹാർട്ടിൻ്റെ ഒക്കെ ഒരു ഷേപ്പുകൾ ഞാൻ അങ്ങനെ അവിടെ ഇവിടെയും റാൻഡംലി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കാണുമ്പോൾ ഒരു അടിപൊളിയായി തോന്നും. ആൻഡ് അതിലെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എല്ലാ ലെയറും ഓഫാക്കിയാണ് വെച്ചത്. രാഗമേ. സോ നമ്മൾ നേരത്തെ ഇവിടെ കണ്ട പോലത്തെ ഈ മൂവി പോസ്റ്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ ആ ചെക്കന്മാരൊന്നുമില്ല, ബട്ട് ഒരു ഓൾമോസ്റ്റ് സിമിലർ ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ആദ്യം വെച്ചിരുന്നത്. ബട്ട് ഇവിടെ ഒരിക്കലും കാൻഡിഡേറ്റിനെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. സോ ഞാൻ എന്ത് ചെയ്തു, അവിടെ ലൈക്ക് ഇങ്ങനത്തെ ഒരു ലൈബ്രറി കൈൻഡ് ഓഫ് സെറ്റപ്പ് സംഭവം ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുപോയി വെച്ചു. ദെൻ അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ ടൈറ്റിലിൻ്റെ സൈഡിൽ കുറേ ഹാർട്ടിന് ഇമോജി വെച്ചിരുന്നുള്ള അത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വലുതാക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് വെച്ച്. ദെൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യണം. കാൻഡിഡേറ്റ് ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ ആണ് കിട്ടിയിരുന്നത്. ഇത് ഭയങ്കര വേറിട്ട് നിൽക്കുന്നുണ്ട്. സോ നോർമലി ഇങ്ങനത്തെ ഒരു ഇമേജൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു ഗ്രേഡിയൻറ്റ് കൊടുത്താൽ തന്നെ കുറേയൊക്കെ അതിൻ്റെ ഒരു പ്രശ്നം ഫിക്സ് ആവും. ലൈക്ക് ദിസ്. പിന്നെ ഇതിൻ്റെ ലൈറ്റിങ് ലൈക്ക് ഈ സൈഡിൽ നിന്നാവും പ്രോബബ്ലി ലൈറ്റ് അടിക്കുക. അപ്പോൾ അവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു ലെയർ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത്, പിന്നെ ഞാൻ ഈ കാൻഡിഡേറ്റിൻ്റെ ഇമേജിന് മാത്രമായിട്ട് ഒരു ഗ്ലോ എഫക്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റ് അടിക്കുന്നത് പ്രോപ്പറായിട്ട് കിട്ടും. ദെൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ടൈറ്റിൽ ചെയ്തത് വെർ ഇസ് ദാറ്റ് ലെയർ, ഐ തിങ്ക് ദിസ് വൺ. മെയിൻ ടൈറ്റിൽ ചെയ്ത ലെയർ നോക്കി കഴിഞ്ഞാൽ ഞാൻ കുറേ സ്ഥലത്ത് ഈ ഹാർട്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുണ്ട്. TP എന്നുള്ള ഒരു ഇത്, പിന്നെ അതേപോലെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റും അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത്. ഇനി അടുത്തത് നോർമലി നമ്മൾ താഴെ സ്ഥാനാർത്ഥിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. അതൊന്നും ഞാൻ മാനുവലി എക്സ്പ്ലെയിൻ ചെയ്യാത്ത, ബേസിക്കലി ഇതൊരു പോസ്റ്റർ ഡിസൈൻ ട്യൂട്ടോറിയലല്ല. ഞാൻ എങ്ങനെയാണ് മെയിനായിട്ട് ആ ടൈപ്പോഗ്രഫി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പറയാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ആ ടൈപ്പോ വെച്ചിട്ട് എങ്ങനെയാണ് പോസ്റ്റർ ചെയ്തത് എന്നുള്ളതൊന്ന് കാണിക്കാമെന്നുള്ളൂ, ലെയർ ബൈ ലെയർ ആയിട്ട്. ദെൻ ആ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള FSL ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ്. അടിപൊളിയാണ്. നിങ്ങൾ അതേപോലെ വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾ വർക്കിലൊക്കെ എങ്ങനെ യൂസ്ഫുൾ ആവും. ദെൻ ലൈക്ക് ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ടൊരു ഫീൽ വന്നുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇതല്ല അവിടെ ഈ വോട്ട് ഫോർ TP അഷ്റഫ് അലി എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഇതൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു TP എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ ഉണ്ട്. അതാണ് ആ ലെയറാണ്. അതല്ലാതെ ലൈക്ക് ഞാനൊരു ലെയറും കൂടെ ലൈക്ക് ദിസ് വോട്ട് ഫോർ TP അഷ്റഫ് അലി എന്ന് പറയുമ്പോൾ ഒരു എന്തൊക്കെ ബാലൻസ് ആയൊരു ഫീലുണ്ട്. ദെൻ നോർമലി UDFൻ്റെ പോസ്റ്റേഴ്സിലൊക്കെ ഉള്ള പോലെ കേരളം നയിക്കും UDF ജയിക്കും, കേരളം ജയിക്കും UDF നയിക്കും. ദെൻ ഒരു കോണിച്ചിഹ്നം ഒരു എഡ്ജിൽ, കാരണം ഇവിടെ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഇല്ല. സോ ഞാൻ ഒരു വേറെ കോർണറിലും കൂടി സാധനം വെച്ച് വേർ ഇസ് ദ ലെയർ. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് ഇത്രയേ ഉള്ളൂ പോസ്റ്ററൊക്കെ ചെയ്തിട്ട് പരിപാടി. ഇനി ഞാൻ നോർമലി എല്ലാ പോസ്റ്ററും ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്ത് ചെയ്യും, ലാസ്റ്റത്തെ ടോപ്പ് ലെയറിൽ കൊണ്ടുപോയിട്ട് Ctrl+Shift+Alt+E അടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിതുവരെ ചെയ്ത് നമ്മൾ ഇതുവരെയും ചെയ്ത വർക്കിൻ്റെ ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ആവും. ഒരു ഇങ്ങനത്തെ ഒരു ലെയർ അവിടെ ക്രിയേറ്റ് ആവും. സോ ആ ലെയർ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, ക്യാമറ ഫിൽറ്ററിൽ പോയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ അതിൽ വരുത്താൻ പറ്റും. ലൈക്ക് സ്മോൾ കൈൻഡ് ഓഫ് കളർ കറക്ഷൻസ്. ഇത് ലോഡാവാത്ത ഓക്കെ. ഐ തിങ്ക് എനിക്കിതിൽ അധികം കളർ കറക്ഷൻസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്ന നോർമലി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സാധനമാണ്. ഇതിൽ താഴോട്ട് വന്നിട്ട് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നല്ല ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞ സാധനം. ജസ്റ്റ് ഒന്ന് കണ്ടോ, എനിക്ക് ഈ സാധനം ഇങ്ങനെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു -5 വെച്ച് കൊടുക്കും. ഓവറായിട്ട് നമ്മളങ്ങനെ ചെയ്തെന്ന് ആക്കിയൊരു ഫീൽ വരരുത്. എന്നാൽ നോർമലി നിൽക്കുന്നതിനെക്കാട്ടിയും ഒന്ന് ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ ഒരു രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഗ്രെയിൻസ് ഒരു 10 അല്ലെങ്കിൽ ഡിപ്പെൻസ് നമ്മൾ ചെയ്യുന്ന പോസ്റ്ററിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഗ്രെയിൻസ് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
സോ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി അത് ചെയ്യുന്നില്ല, കാരണം ഞാൻ അത് ഓൾറെഡി ചെയ്ത് വെച്ച ഒരു ലെയർ ഇവിടെ ഉണ്ട്, കണ്ടോ, ചെറിയൊരു ടിൽറ്റ്. ആൻഡ് ഇത്രയേ ഉള്ളൂ പരിപാടി. സോ വീഡിയോ ഐ തിങ്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് ചെയ്യേണ്ടതെന്നുള്ള കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലത്തെ പറ്റുന്നതാണെങ്കിൽ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.